കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപ ആരാധനയിൽ അനുഭവിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചത് ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. തുടർന്നും ദൈവവചനത്തിൽ കൂടി കർത്താവ് ഇടപെടുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ താല്പര്യത്തോടെ ആയിരിക്കാനായിട്ട് ഓർപ്പിക്കുന്നു. യേശു കർത്താവിനെ അനുഗമിച്ച എല്ലാവരും, പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ നമ്മുടെ കാലത്തിലോ, അവര് ബ്ലെസ്ഡ് ആയിട്ടുണ്ട്. എന്താണ് കാര്യം? സ്വർഗത്തെ ഭൂമിയോട് ചേർത്ത് കണക്ട് ചെയ്യുന്ന ഏക എസ്കലേറ്റർ, എലവേറ്റർ, കോവേണി, സ്റ്റെയർവേ യേശു കർത്താവാണ്. പിതാവാം ദൈവത്തെ ഭൂമിയിലുള്ള ശേഷം മനുഷ്യരുമായി ബന്ധിപ്പിക്കുന്ന ഏക കോവേണി യേശു കർത്താവാണ്. അത് ഞാൻ പറഞ്ഞതല്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നഥനയേൽ എന്ന് പറയുന്ന കർത്താവിൻ്റെ ശിഷ്യനോട് യേശു കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. അത് ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളൊന്നും അതൊന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു. യേശു നഥനയേലിനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ വെച്ച് കണ്ടുവെന്ന് നിന്നോട് പറകുകൊണ്ട്, കണ്ടു എന്ന് നിന്നോട് പറഞ്ഞത് കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്നുത്തരം പറഞ്ഞു. നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന ഉത്തരം പറഞ്ഞു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, സത്യം സത്യമായി, ആമീൻ ആമീൻ, വേർലി വേർലി ഐ സേ അൺടു യു എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ ഉറപ്പോടെ അടിവരയിട്ട് വിശ്വസിക്കേണ്ട, അടിവരയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇനിയും പറയാൻ പോകുന്നത്. ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും, ദൈവത്തിന്റെ സ്വർഗം തുറന്നിരിക്കുന്നതും, മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ, മനുഷ്യപുത്രൻ അർത്ഥാൽ യേശു കർത്താവ് തന്റെ അടുക്കൽ ദൈവപുത്രന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും, നീ കാണും പറഞ്ഞു എന്ന് ഞാൻ നിന്നോട് പറയും. ഓക്കെ, അപ്പോൾ യേശു ക്രിസ്തുവുമായി കോണ്ടാക്റ്റിൽ വരുന്ന ഒരു ആളും ഒരു തലത്തിലും താണുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, വളരെ കൃത്യമായി പറയുന്നു. ഞാൻ ഇവിടെ ഇന്ന് പകൽ എംഫസിസ് ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽ കാര്യങ്ങളെക്കുറിച്ചാണ്. ഞാൻ ഒത്തിരി മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് പറയുന്ന ആളല്ല. എൻ്റെ ജീവിതം നിങ്ങൾ പഠിച്ചാൽ അത്യാവശ്യമുള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കണ്ടന്റ്മെന്റ് ഒരു ദൈവകൃപയാണ്. എന്നാൽ ഇവിടെ യേശു കർത്താവ് സകല അനുഗ്രഹത്തെയും കുറിച്ച് പറയുകയാണ്. അതിലേറ്റവും താണതാണ് മെറ്റീരിയൽ ബ്ലെസ്സിങ്. ആമേൻ. ചില ദൈവഭൃത്യന്മാർ പാടെ ഇതിനെ ഉപേക്ഷിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഉപേക്ഷണം എന്ന് പറയുന്ന ഒരു ദുരുപദേശമാണ്, ഹെറസിയാണ്. ഉപേക്ഷണം കൊണ്ട് ഒരു ഗുണം ഉണ്ടാകുന്നില്ല. ഹൃദയത്തിൻ്റെ ഉന്മേഷത്തോടുകൂടെ നാം കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്താൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ ഞാൻ കാണുന്നൊരു സമസ്യ, യേശു കർത്താവിനെ അനുഗമിച്ചു എന്ന് പറയുന്നവർ, സോ കോൾഡ് ഫോളോവേഴ്സ്, സോ കോൾഡ് ബിലീവേഴ്സ്, സോ കോൾഡ് ഡിസൈപ്പിൾസ് നന്മ അനുഭവിക്കുന്നില്ല. അർത്ഥാൽ ആത്മീക നന്മയെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നില്ല, ഭൗമികമായും നന്മ അനുഭവിക്കുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, ഭൗമികമായി അവർക്ക് നന്മ വേണ്ട, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷെ ആത്മീക നന്മ, ഈ ഭൗമിക നന്മ വേണ്ട, ഉപേക്ഷണത്തിൻ്റെ ഉപദേശം പറയുന്നവർക്ക് എത്ര പേർക്ക് ആത്മീക ഉന്നതിയുണ്ട്? എത്ര പേർ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്നു? എത്ര പേർ ആത്മാവിൻ്റെ റിയൽ ഫലം പുറപ്പെടുവിക്കുന്നു? ക്രിസ്ത്യാനികൾ തമാശ പറയുമ്പോൾ മുസ്ലിങ്ങളെയും സിഖുകാരെയും ഹിന്ദുക്കളെയും കുറിച്ച് പറയും. ഹിന്ദുക്കൾ തമാശ പറയുമ്പോൾ അച്ഛന്മാരെയും മൗലിയാരെയും കുറിച്ച് പറയും. മൗലിയാർ തമാശ പറയുമ്പോൾ ക്രിസ്ത്യാനികളെയും സിഖുകാരെയും
ഋതുക്കളെയും കുറിച്ച് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയണം. അങ്ങനത്തെ ഒരു തമാശയാണ്. പണ്ടൊരു ഋഷി വര്യൻ ആരെയും കൊല്ലരുത്, ഒന്നിനെയും കൊല്ലരുതെന്ന് വിശ്വസിക്കുന്ന ആളാണ്. തൻ്റെ ധാടിയിൽ എവിടുന്നോ ഒരു നീറ് കയറി, അവരെ കടിക്കുന്നൊരു ഉറുമ്പ് കയറി, ചുമന്ന ഉറുമ്പ്. അദ്ദേഹത്തോട് കൂടെ നിന്നവർ പറഞ്ഞു, താടി ഭയങ്കര കട്ടിയുള്ളത്, അതിനകത്ത് കയറിയ പിന്നെ ഇതിനെ പുറത്ത് കളയാൻ പ്രയാസം, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇതിനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കുന്നു. പുള്ളി ഒരു നോ 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 നോ, അഹിംസ, നമ്മൾ ആരെയും കൊന്നുകൂടാ. പിന്നെ പുള്ളി എന്ത് ചെയ്ത്, പുള്ളി നോക്കിയപ്പോൾ അടുത്തൊരു നീറിൻ്റെ ഒരു പൊത്ത് കണ്ടു, നീർ ഒത്തിരി ഇരിക്കുന്ന, അവിടോട്ട് ഡയറക്റ്റായിട്ട് ബ്രിഡ്ജ് വഴി കയറ്റി വിട്ടേക്കാന്ന് വെച്ചാൽ താടി അങ്ങോട്ട് കയറ്റി കൊടുത്തു. ആ നീറെല്ലാം കൂടെ താടിയെ കയറി ഓടി. പുള്ളിക്ക് സഹിക്ക വയ്യാതായപ്പോൾ എല്ലാത്തിനും കൂടെ വലിച്ചു പറിച്ച് ഒരു നീറിനെ കൊല്ലേണ്ട സ്ഥാനത്ത് ഒരു 100 നീറിനെ കൊന്നു. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം ഇങ്ങനെയാണോ എന്ന് എനിക്കൊരു സംശയം വരാറുണ്ട്. കുറേ നാൾ ഒരു ഉപദേശത്തിൽ നിൽക്കും, പിന്നെ അതുകൊണ്ട് വലിച്ചു പറിച്ച് ഓടിക്കളയും. അങ്ങനെ ആകരുത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ അവൻ്റെ മനസ്സിൻ്റെ സകല ഉന്മേഷത്തോടും ഉല്ലാസത്തോടും ധൈര്യത്തോടും ബലത്തോടും കൂടെ വിത്ത് ഹോൾസം പേഴ്സണാലിറ്റി അനുഗമിച്ചു നോക്കൂ, നീ നന്മ അനുഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ ഈ പറഞ്ഞത് വേദപുസ്തകത്തിന്റെ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ പറഞ്ഞ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളൊന്നും വിശ്വസിക്കുന്നില്ലെന്നോ? സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവം എന്നും നിൻ ദൈവം, കൈവിടുമോ നിന്നെ വഴിയിൽ, അവൻ കരുതും നൽ കരുതൽ, മരണം വരെ നിൻ വഴിയിൽ, അവൻ കരുതും നൽ കരുതൽ, മരണം വരെ നിൻ വഴിയിൽ. നീ ആർത്തിടുക, മുതൽ തുള്ളിടുക, യേശു നിന്നോ ഹരിയാ. നീ ആർത്തിടുക, മുതൽ തുള്ളിടുക, യേശു നിന്നോ ഹരിയാ. ഇതാണ് പ്രശ്നം. എന്താ പ്രശ്നം? മനസ്സിൻ്റെ സന്തോഷത്തോടുകൂടെ അല്ലാതെ കർത്താവിനെ അനുഗമിക്കുക. ഇവിടെയാ പ്രോബ്ലം. ദശാംശം കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. ദശാംശത്തെക്കാൾ ഉപരി കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. ഓഫറിങ് ഇടുന്നുണ്ടോ? ഉണ്ട്. എല്ലാ ഓഫറിങ്ങും എല്ലാ വർഷവും വർദ്ധിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. ചിലരൊക്കെ എല്ലാ മാസവും വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട്. ചെയിൻബറിലൊക്കെ ഉണ്ട്. ബൈബിൾ വായിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ ഇതൊന്നും ദൈവമനോഭാവത്തിലല്ല ചെയ്യുന്നത്. അതിനാൽ അനുഗ്രഹം പ്രാപിക്കാത്തവരുണ്ട്. സ്തോത്രം. നിങ്ങൾ ഇസ്രായേൽ മക്കളാകുന്ന 40 ലക്ഷം ജനങ്ങളെ നോക്ക്. കർത്താവ് ഫറവോനെ ദണ്ഡിപ്പിച്ചപ്പോൾ അത് 40 ലക്ഷം പേർക്കും നന്മയായി ഭവിച്ചു. കർത്താവ് മേഘസ്തംഭം മിസ്രയീം ദേശത്തിൻ്റെ മുകളിൽ ഗോശൻ ദേശത്ത് വരുത്തിയപ്പോൾ അത് 40 ലക്ഷം പേർക്കും അനുഗ്രഹമായിരുന്നു. കർത്താവ് ചെങ്കടൽ വിഭജിച്ചപ്പോൾ അത് 40 ലക്ഷം പേർക്കും അനുഗ്രഹമായിരുന്നു. അതിനു മുമ്പ് 10ാമത്തെ പാതയിൽ സംഹാരകനെ അയച്ചപ്പോൾ ഈ 40 ലക്ഷം പേരുടെയും ഭവനത്തിൽ കയറിയില്ല. ശരിയാണോ? ഹലോ. എന്നാൽ ഈ 40 ലക്ഷം പേർ മൈനസ് മോശ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. അവർ ഗോശൻ ദേശത്ത് ആയിരുന്നപ്പോഴും സന്തോഷത്തിന്റെ മനോഭാവത്തിലല്ലായിരുന്നു. പിടിയിടുന്നുണ്ടോ? നന്മ കിട്ടിയോ? കിട്ടി. ഗുണമായോ? ആയില്ല. ഭൗതികമായത് മുഴുവൻ കിട്ടി. കനാനിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. എന്താ കാര്യം? മനസ്സിന്റെ ഉന്മേഷത്തോടെ അല്ല കർത്താവിനെ സേവിച്ചത്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ചെങ്കടൽ മുറിച്ച് കടക്കും മുമ്പ് ഫറവോൻ വന്നപ്പോൾ 40 ലക്ഷം പേരും പിറുപിറുത്തു. മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇതിൽ ഒരാൾ പോലും പട്ടുപോകാതെ എല്ലാവരും അക്കരെ കടന്നു. പക്ഷേ 40 ലക്ഷം പേരും മനസ്സിൻ്റെ സന്തോഷത്തോടുകൂടി അല്ല ചെങ്കടൽ കടന്നത്. പിടിയിടുന്നുണ്ടോ? ഇനി തുടർന്ന് ഓരോ അത്ഭുതവും വായിച്ചു നോക്ക്. ബഹുഭൂരിപക്ഷം ജനവും ദൈവത്തിൻ്റെ നന്മ അനുഭവിച്ചത് സന്തോഷത്തോടെ അല്ല. അതിനാൽ ഈ ലോകത്തിലെ കാടപ്പക്ഷിയും മന്നയുമായിട്ട് തീർന്നുപോയി. സ്വർഗീയമായത് ദിവ്യമായതൊന്നും അവർക്ക് ലഭിച്ചില്ല. ഈ തത്വം നിങ്ങൾ മറന്നു പോകരുത്. ആമേൻ. എന്തിന്? ദൈവം പോലും പറയുന്നു 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. സ്തോത്രം.
അപ്പോൾ ദൈവം മന്ന കൊടുക്കുമ്പോഴും മനസ്സിൻ്റെ സന്തോഷത്തോടെ അല്ല കൊടുത്തത്, നീരസത്തോടു കൂടിയാണ് കൊടുത്തത്. എന്തൊരു അബദ്ധമാണ്. പ്രൈസ് ഗോഡ്. നിങ്ങളൊരു മാനേജറാണെന്നിരിക്കട്ടെ, മാനേജറായിരിക്കുന്നവർക്ക് മനസ്സിലാവും. മാനേജറിൻ്റെ മനോഭാവം ഓർഗനൈസേഷൻ്റെ മനോഭാവമാണ്. എന്നാൽ എംപ്ലോയീസിൻ്റെ മനോഭാവം ഓർഗനൈസേഷന് ഇതിലും ഗുണം വരണമെന്നൊന്നുമല്ല. ഒത്താൽ 9 മണിക്കാണ് പഞ്ചിങ് ആണെങ്കിൽ 9:05 കയറണമെന്നാണ് ആഗ്രഹം. 5 മണിക്ക് പുറത്തിറങ്ങാൻ അനുവാദം ഉണ്ടെങ്കിൽ ഒത്താൽ 4:45 ഇറങ്ങി പോരണമെന്നാണ് എംപ്ലോയീസിൻ്റെ മനോഭാവം. ഈ മനോഭാവമുള്ള മാനേജറുമുണ്ട്, പക്ഷേ ഫലിക്കത്തില്ല. എന്നാൽ മാനേജറിൻ്റെ മനോഭാവം എന്തോ 9 മണിക്ക് മുമ്പേ ചെല്ലണം, 5 മണി കഴിഞ്ഞ് നിൽക്കണം. എന്താ എൻ്റെ സീനിയർ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ചെയ്യണം. ഇത് 2 ഡിഫറെൻറ്റ് മനോഭാവമാണ്. കർത്താവാണ് എംപ്ലോയർ. കർത്താവ് പറയുന്നത് എനിക്കൊരു താല്പര്യമില്ലാതെ ഞാൻ അവനെ പിടിച്ച് മാനേജറാക്കിയത്. നിങ്ങളിൽ മാനേജറായിരിക്കുന്ന പലരും ആ മനോഭാവത്തോടുകൂടെ പലരുടെയും എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് ഇയർലി വരുന്നത് എന്തുവാ? അപ്രൈസൽ നാൾ മുന്നേ ഇരിക്കുമ്പോൾ ഒരു ഉന്മേഷവും ഇല്ലാതെ നിങ്ങൾ അപ്രൈസൽ കൊടുത്തവരുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അതേ സ്ഥാനത്ത് ഇവക്കൊരു നല്ല അപ്രൈസൽ കൊടുക്കണമെന്ന് പറഞ്ഞ് നീ ഏറ്റവും സന്തോഷിക്കുന്ന സമയത്ത് വിളിച്ചിരുത്തി ചായം കൊടുത്ത് അപ്രൈസൽ കൊടുത്തു വിട്ടവരുമുണ്ട്. റൈറ്റ് ഓർ നോട്ട്? 2 മനോഭാവമാണ്. 2 പേരും നന്മ അനുഭവിച്ചു. പക്ഷെ ഒന്ന് ഉയർന്നു നിന്നവൻ്റെ സന്തോഷത്തിൻ്റെ നന്മ അനുഭവിച്ചത്, മറ്റേ ആള് ഉയർന്നു നിന്ന മാനേജറിൻ്റെ ദുഃഖത്തോടുകൂടെയുള്ള അപ്രൈസലാണ് അനുഭവിച്ചത്. ഇതിലേതാ വേണ്ടത്? ദൈവം നിങ്ങളുടെ നീരസത്തോടെ നന്മ തരുന്നതാണോ അതോ സന്തോഷത്തോടെ നന്മ തരുന്നതാണോ? എൻ്റെ കൊച്ച് കഴിഞ്ഞ മാസം അവളുടെ ആരോഗ്യം കൊണ്ട്, സമയം കൊണ്ട്, മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, ആത്മാവ് കൊണ്ട്, സമ്പത്ത് കൊണ്ട്, കാറ് കൊണ്ട്, വീട് കൊണ്ട് എന്നെ ബഹുമാനിച്ചിരിക്കുന്നതിനാൽ ഈ പ്രാവശ്യം അവളുടെ അനുഗ്രഹം ഞാൻ മനസ്സിൻ്റെ ഉന്മേഷത്തോട് കൊടുക്കും. ഇതൊരു വലിയ സംഭവമാണ്. ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ്. ഇന്ന് ഞാൻ ടെക്സ്റ്റായിട്ട് എടുത്തിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. ലൂക്കോസ് 5, ആ ഭാഗത്തേക്കൊന്ന് വന്നേ, ഒരാളൊന്ന് വായിച്ചേ. ലൂക്കോസ് 5ന്റെ 1 മുതൽ. അവൻ ഗനേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയിൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. എനിക്ക് ഏകദേശം നിങ്ങൾക്ക് ആ സംഭവം അറിയാം. ഇനി അതിൻ്റെ അവസാനത്തെ ഭാഗം ഒന്ന് വായിച്ചേ. ആ സംഭവത്തിൻ്റെ അവസാന ഭാഗം. ശീമോനും കൂട്ടർക്കും സംഭ്രമം പിടിച്ചിരുന്നു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശീമോനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്കടിപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. അപ്പൊ ഇത് ശീമോൻ പത്രോസിനെ കർത്താവ് തൻ്റെ കൂടെ കൂട്ടാൻ വിളിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊരു സെറ്റപ്പാണ്. ആക്ച്വലി സൂക്ഷിച്ച് വായിച്ചാൽ മനസ്സിലായി എന്താ സെറ്റപ്പ് എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ദൈവം, ദൂതന്മാര്, പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവും ദൈവം, ദൂതന്മാര്, പിന്നെ തിബരിയാസ് കടല്, മീന്, പിന്നെ കൂടെയുള്ള കൂടെയുള്ള കൂട്ടാളികള്, ശീമോൻ പത്രോസ്, ഇവരിൽ ഒരു ബഹുഭൂരിപക്ഷം അറിയാതെ പിതാവാം ദൈവം നടത്തുന്ന ഒരു 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 എന്താ പറയുക, സ്റ്റേജ് ആക്റ്റായത്. അല്ല, സൂക്ഷിച്ച് നോക്കിയേ. കർത്താവ് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പ്രസംഗിക്കാൻ വേണ്ടി ഒത്തിരി ആൾ കൂടി. ഓക്കെ, ആളിനെ കൂട്ടുന്ന ദൈവമാണെന്ന് നമുക്കറിയാമല്ലോ. അവിടെ 2 പടകുണ്ടായിരുന്നു. ഒരു പടകിൽ 10-30 പേര് കയറാറുണ്ട്. 10-60 പേര് നിൽക്കുമ്പോൾ അതിൽ ശീമോന്റെ പടകിൽ ആര് കയറി? സെറ്റപ്പ് മനസ്സിലാകുന്നുണ്ടോ? മറ്റേ പടകും റെഡിയാ അവിടെ. ശീമോന്റെ പടക് എന്ന് യേശു കർത്താവ് പർട്ടിക്കുലറായിട്ട് അവിടെ എഴുതണമെങ്കിൽ അതൊരു സെറ്റപ്പാണ്.
അൾട്ടിമേറ്റും എന്താ? ശീമോന് ഈ സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് താഴേക്കൊരു കോവേണി നിൽക്കുന്നതും സ്വർഗത്തിൻ്റെ നന്മകൾ താൻ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത്രയുള്ള കാര്യം. നമ്മളെ കർത്താവ് വിളിക്കുമ്പോൾ നമുക്ക് എന്താ? കർത്താവിന് അതാണ്ട് ഗുണം ഉണ്ടാകാൻ വേണ്ടിയാണ്. എടാ, കർത്താവിന് കഴുതയുടെ വായും കൂടെ തുറന്ന് സുവിശേഷം അറിയിക്കാൻ കഴിയും. ആം ഐ റൈറ്റ് ഓർ നോട്ട്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിന് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് വേണ്ടി സന്തതികളെ ജനിപ്പിക്കാൻ കഴിയും. യെസ് ഓർ നോ? പിന്നെന്തിനാ നമ്മളെ വിളിച്ചത്? നിന്റെ പടക്, നിന്റെ വല, നിന്റെ മനസ്സ്, നിന്റെ ആത്മാവ്, നിന്റെ ശരീരം, നിന്റെ കുടുംബം, നിനക്ക് നന്മയുണ്ടാകാനാ. ഒന്ന് അറിഞ്ഞ് സ്തോത്രം ചെയ്തോ. നിന്നെ നിരാശപ്പെടുത്തുന്ന ദൈവമല്ല, പിശാചാണ്. നിനക്ക് നന്മ തരാത്ത ദൈവമല്ല, പിശാചാണ്. ഓ, നിന്നെ ഭയപ്പെടുത്തുന്ന പിശാചാണ്. നീ ഇന്ന് പകൽ അവന്റെ ചിന്താഗതിയിൽ നിന്ന് പുറത്തു വരണം. നീരസത്തോടെ അല്ല ദൈവം നിന്നെ അനുഗ്രഹിക്കേണ്ടത്, സന്തോഷത്തോടെ. എൻ്റെ മകൻ എന്നെ അനുസരിക്കുക. അബ്രഹാമോട് കർത്താവ് പറയുന്നു, നീ ഇത് ചെയ്യുവാൻ മടിക്കായികയാൽ. ദൈവം നമ്മുടെ പേര് പറഞ്ഞ് പറയണം, നീ ഇത് ചെയ്യുവാൻ മടിക്കായികയാൽ നീ എന്നെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഒരു നല്ല ഹലോടെ കേക്കട്ടെ. നിന്നയെ നീ ഭയപ്പെടേണ്ട, ഘോര ചെങ്കടലിൻ മുൻപിലും. നിന്നയെ നീ ഭയപ്പെടേണ്ട, ഘോര ചെങ്കടലിൻ മുൻപിലും. നീട്ടുക നിൻ ഭുജം ധൈര്യമായി, പാത നിൻ മുൻപിൽ തുറക്കുമവൻ. നീട്ടുക നിൻ ഭുജം ധൈര്യമായി, പാത നിൻ മുൻപിൽ തുറക്കുമവൻ. നീ ആർത്തിടുക, മോദൽ തുള്ളിടുക, യേശു നിന്നോഹരിയ. 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 ആമേൻ, ഹല്ലേലൂയ. നീ ചെയ്യേണ്ട എന്താ? കർത്താവ് നന്മ തന്നാലും തന്നില്ലേലും ചാടാനും തുള്ളാനും ചിരിക്കാനും പാടാനും സന്തോഷിക്കാനും നീ തയ്യാറാകണം. കാരണം നിന്റെ അപ്പൻ വെൽത്തിയാണ്, നിന്റെ അപ്പൻ റിച്ചാണ്. നിന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അവൻ ഇന്നത് ചെയ്തില്ലെങ്കിൽ നാളെ ചെയ്യും. ആമേൻ, ആമേൻ, ആമേൻ. സകല അധികാരങ്ങൾക്കും മീതെ നീ സേവിക്കുന്ന നിന്റെ ദൈവത്തിന്റെ അധികാര മണ്ഡലമുണ്ട്. ഹല്ലേലൂയ. അവന് കഴിയാത്തതൊന്നുമില്ല. ആമേൻ. നമുക്ക് ഇനി ഈ പാട്ട് പാടണം. ഇത് ഇങ്ങനത്തെ ഉള്ള നല്ല അർത്ഥമുള്ള പാട്ടുകൾ പാടണം. എന്താ? നീ ആർത്തിയിടുക, നീ തുള്ളിയിടുക. എവിടെ? ചെങ്കടലിന്റെ മുൻപിൽ, പ്രശ്നങ്ങളുടെ മുമ്പിൽ, കോർട്ട് ഓർഡറിന്റെ മുമ്പിൽ, ആമേൻ, ഫൈനിന്റെ മുൻപിൽ, പ്രമോഷൻ അടയ്ക്കുന്നവന്റെ മുൻപിൽ. ആമേൻ. നീ ആർക്കണം, നീ പാടണം, നീ തുള്ളണം. അതാണ് നിന്നോടുള്ള ദൈവത്തിന്റെ പദ്ധതി. നിങ്ങൾ ഇന്ന് ഇസ്രയേലിൽ പോയാൽ, ഇസ്രയേൽ തെക്ക് ഹമാസുമായി യുദ്ധം ചെയ്യുന്നു, ഇസ്രയേൽ വടക്ക് കിഴക്ക് ലെബനോനുമായി യുദ്ധം ചെയ്യുന്നു, ഒരുപക്ഷെ ജോർദാനുമായും ടർക്കിയുമായിട്ടൊക്കെ യുദ്ധം ചെയ്യേണ്ടി വരും. ഇസ്രയേലിൻ്റെ പടിഞ്ഞാറ് ഭാഗം മുഴുവൻ കടലായതുകൊണ്ട് അവിടെ വേറെ ആരുമില്ല. ചുറ്റും ശത്രുക്കളാണിപ്പോൾ. 13,000 കിലോമീറ്റർ ദൂരെ ഇറാൻ യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇന്ന് ഇസ്രയേലിൽ പോയി നോക്കിയോ. ഞാൻ ചലഞ്ച് ചെയ്യാം, ഇസ്രയേലിൽ ഇന്നും ഒരു 3 മണി 4 മണി സന്ധ്യ ആകാൻ തുടങ്ങുമ്പോൾ യൗവനക്കാരും കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും മക്കളും കൂടെ ഇറങ്ങി സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ച് നല്ല പാട്ടൊക്കെ പാടി ഗിറ്റാറൊക്കെ അടിച്ച് അവിടെ ഇൻസ്ട്രുമെൻസൊക്കെ അടിച്ച് അവർ ഡാൻസ് ചെയ്ത വീട്ടിൽ രാത്രി കയറുന്നത്. അത് യുദ്ധഭൂമിയാണെന്നോ ഇത്രയും ടെറർ ഫാക്ടർ ഉണ്ടെന്നോ അവർക്കൊരു ബോധ്യവുമില്ലാത്തതല്ല. അവരിത് കണ്ട് 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 ഒരിക്കൽ തീരുമാനമെടുത്തു, ഞങ്ങൾ ദുഃഖിക്കാൻ തയ്യാറല്ല,
ഞങ്ങൾ ഭയപ്പെടാൻ തയ്യാറല്ല. യുദ്ധം വരും, യുദ്ധം പോകും, ഞങ്ങളുടെ യൗവനം കളയാൻ ഞങ്ങൾ തയ്യാറല്ല. അവർ ആടുകയും പാടുകയും ചെയ്യും. അതൊരു ദൈവവചനം കൂടിയാണ്. വീഥികളിൽ യൗവനക്കാർ ആടുകയും പാടുകയും ചെയ്യുന്നു. ആമേൻ. നമ്മളെ പോലെ തൊട്ടാവാടികളല്ല. അയ്യോ പിശാച് വന്നു, സ്വപ്നം കണ്ടു, പാമ്പിനെ കണ്ടു, ശവപ്പെട്ടി കണ്ടു, അനർത്ഥം വന്നു, അല്ല വാഹനം ഇടിച്ചു, അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു. They don't care. അവർക്കറിയാം ദൈവം അവരെ രക്ഷിക്കും, യഹോവ അവരെ വിടുവിക്കുമെന്ന് അവർക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെയും പാട്ട് എഴുതിയതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അസാധ്യ പാട്ടാണ്. ഒന്നാമത്തെ കേൾവിയിൽ തന്നെ ഞാൻ ക്യാച്ച് ചെയ്തൊരു പാട്ടാണ്. അതാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ ആകത്തുക. ലൂക്കോസ് 5 നമ്മൾ കാണുന്നു, കർത്താവ് പത്രോസിനെ വിളിക്കുന്നു. പക്ഷെ നമ്മൾ ചിന്തിച്ചതുപോലെ ഇത് പത്രോസിൻ്റെ ഒന്നാം വിളിയല്ല. ഇത് ഇൻഫാക്ട് പത്രോസിൻ്റെ 3-ാം വിളിയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനാകേണ്ട യോഹന്നാനും അപ്പോസ്തലനാകേണ്ട അന്ത്രയോസും കൂടെ സ്നാപകനാകുന്ന യോഹന്നാന്റെ ശിഷ്യനായിരുന്നു എന്ന് കാണുന്നു. യേശു കർത്താവിനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം യേശു കർത്താവ് ആ വഴി കടന്നു പോകുന്നത് യോഹന്നാൻ സ്നാപകം കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് പോകുന്നു. ഇത് കേട്ട 2 ശിഷ്യന്മാർ യേശു കർത്താവിനെ അനുഗമിച്ചു. അതിലൊരുവൻ അന്ത്രയോസ് ആയിരുന്നു, ഒരുവൻ ആ സുവിശേഷം എഴുതിയ യോഹന്നാനാണ്. യേശു ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു, എന്തു തിരയുന്നു? റബി, നീ എവിടെ പാർക്കുന്നു? വന്ന് കാണുക. കൂടെ പാർത്തു. അവിടുന്ന് അന്ത്രയോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അവൻ ആദ്യം തൻ്റെ സഹോദരനായ പത്രോസിനെ കണ്ടു, അവനോട് പറഞ്ഞു, ഞങ്ങൾ മശിയെ കണ്ടെത്തിയിരിക്കുന്നു. പത്രോസിനെ കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു പത്രോസിനെ കണ്ടു പറഞ്ഞു, നീ ശീമോനാകുന്നു, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ പത്രോസാകും. ആമേൻ. അപ്പൊ അതും ഒരു വിളിയാ. അത് യഹൂദ്യയിൽ വെച്ചാ സംഭവിച്ചത്. നമ്മൾ ഇന്ന് വായിച്ച ഭാഗം ഗലീലയിൽ വെച്ച സംഭവം. ഇനി മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം പഠിച്ചാൽ യേശു തിബരിയാസിന്റെ കരയിൽ കൂടി നടക്കുകയായിരുന്നു. അവൻ അന്ത്രയോസിനെയും അവന്റെ സഹോദരനായ പത്രോസിനെയും കണ്ടു, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഇത് 2-ാം വിളിയാ, ഇത് 3-ാം വിളിയാ. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും അഭിഷേകം പ്രാപിച്ചിട്ടും കൂടെ കൂടെ തൻ്റെ വഴിക്ക് പോകുന്ന ഒരു പത്രോസ്. നീ ശീമോനാണ്, പത്രോസ് ആകുമെന്ന് കേട്ടിട്ടും തൻ്റെ വഴിക്ക് തിരിയുന്ന ഒരു പത്രോസ്. ഇതാണ് അനുഗ്രഹം പ്രാപിക്കാത്ത ശൂന്യമായ പടകിൻ്റെ 1-ാമത്തെ കാരണം. പത്രോസ് ഒരു സാക്ഷ്യം പറയുന്നുണ്ട്, അല്ലേ? നമ്മൾ പറയുന്ന സാക്ഷ്യമാണ്, നാഥാ, കഴിഞ്ഞ രാത്രി മുഴുവനും 4 യാമം 12 മണിക്കൂർ മുഴുവനും തിബിരിയാസിൽ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ആഴത്തിലും വല വീശി. പക്ഷേ എടാ പത്രോസേ, നിന്നെ ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ വിളിച്ചതാ, നീ അന്നേരം എന്നെ അനുഗമിക്കാൻ തുടങ്ങിയതാ. പക്ഷെ പിന്നെയും മാവിയമ്മയാണ്, ഭാര്യയാണ്, പിള്ളേരാന്ന് പറഞ്ഞ് നീ നിന്റെ വഴിക്ക് പോയി. മർക്കോസ് 1-ൽ ഞാൻ നിന്നെ വല കഴുകിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടതാ, അന്നേരം വിളിച്ചതാ, നീ അന്നും അനുഗമിച്ചതാണ്, അന്നും നിന്റെ സാക്ഷ്യം ഒക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ നീ നിന്റെ വഴിക്ക് പോയി. ദേ മോനെ നോക്ക്, നീ 1 അല്ല 10 രാത്രി നിരന്ന് നിന്ന് പിടിച്ചാലും ഒരു മീനും കയറൂല. കർത്താവ് എന്താ കാര്യം? കർത്താവൻ ചോദിച്ചാൽ ഞാൻ പറയും, എടാ ഞാൻ മീനോട് പറഞ്ഞായിരുന്നു കയറരുതെന്ന്, അമ്മ കയറത്തില്ല. അപ്പൊ പത്രോസിനേക്കാളും അനുസരണമുള്ള ആർക്കാ? അവിടുത്തെ ആലേക്ക് മതിക്കുക. ഗ്ലോറി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ്. ഇനി പത്രോസ് അല്ലാതെ ഞാനാ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ ചിന്തിക്കണം, എന്നാലേ കാര്യം പിടികിടത്തുള്ളൂ. പ്രസംഗം കേൾക്കുന്നത് വലിയ കാര്യമാണ്. കാര്യം ഒരു വെളിപ്പാട് പറയാൻ, ഒരു വചനം പൊരുൾ തിരിച്ചു തരാൻ കഴിവുള്ള ഒരാളുള്ളത് വലിയ കാര്യമാണ്. പക്ഷെ അനുസരണത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിലോ ആ വചനം നമുക്ക് പ്രയോജനമാകത്തില്ല. ഗ്ലോറി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് വീട്ടിൽ നിന്ന് പെർഫ്യൂം അടിച്ചാലും പിന്നെയും അടിക്കേണ്ടി വരിക. നല്ല ചൂടാ, വേർക്കുന്നുണ്ട്. നീ പെർഫ്യൂം മേടിച്ച് വീട്ടിൽ നിരത്തി വെച്ചേക്കുക. നമ്മുടെ ഏതോ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന കണ്ടു.
ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഉപയോഗിക്കുന്നേ ഇല്ലെങ്കിലോ പെർഫ്യൂമിൻ്റെ വല്ല ഗുണം ഉണ്ടാവും? ചുമ്മാ അതല്ല നാറുന്നേ. ഗ്ലോറി. ഒരു നല്ല ഹല്ലേലൂയ പറ. എന്നെ വല്ല നാറ്റം ഉണ്ടെന്ന് അടുത്ത ഒരാളോടും ചോദിച്ചു. അത് നമുക്കറിയത്തില്ലെന്നേ. നമ്മുടെ ബോഡിയുടെ സ്മെല്ലും നമ്മുടെ ബോഡിയുടെ പെർഫ്യൂം നമുക്കറിയത്തില്ല. നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കറിയാം. അത് എപ്പോഴും കൂടെ നടക്കുന്ന ആൾക്കും അറിയത്തില്ല കേട്ടോ. ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് നല്ലതായിട്ട് പിടി കിട്ടും. ഗ്ലോറി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സ്പ്രേ ഒക്കെ അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ലതായിട്ട് കുളിക്കുന്നത് നല്ലതല്ലേ? സ്തോത്രം. ഇപ്പൊ പത്രോസിന്റെ ഒരു സ്വഭാവമാണ് കാര്യങ്ങൾ കേൾക്കുക, ഗ്ലോറി പറയുക, ഉച്ചത്തിൽ ഹല്ലേലൂയ പറയുക, ഡാൻസ് ചെയ്യുക, പക്ഷെ അനുസരിക്കാതെ തൻ്റെ വഴിക്ക് പോവുക. ആമേൻ. പ്രൈസ് ഗോഡ്. അതാണ് യേശു പറഞ്ഞത്, നീ ബെറിയോനായ ശീമോനാണ്, നീ ഞാങ്ങണയാണ്, നീ പൊട്ട പുല്ലാണ്, നിന്നെ കൊണ്ട് ഒരു ഗുണവുമില്ല, ഒന്നിനും കൊള്ളത്തില്ല, വെറും ഈറയാണ് നീ, കയ്യെ കുത്തി കയറും. എന്നാൽ നീ കേഫാവാകും, ഞാൻ നിന്നെ പാറയാക്കും. പാറയ്ക്ക് ഉറച്ച തീരുമാനമുണ്ട്. പാറ സ്റ്റേബിളാണ്, പാറ സ്ട്രോങ് ആണ്, ഫൗണ്ടഡ് ആണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഗ്ലോറി 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 ഗ്ലോറി. നല്ലൊരു ഹല്ലേലൂയ. നിന്റെ ധൃതി കൊണ്ടോ നിന്റെ എടുത്തിയാട്ടം കൊണ്ടോ നിന്റെ അക്ഷമത കൊണ്ടോ ഒരു കാര്യവും സാധിക്കത്തില്ല. നീ ക്ഷമയോടെ ദൈവത്തെ അനുഗമിച്ചാൽ നിന്നെ നിറയ്ക്കാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പത്രോസ് എന്തുകൊണ്ടാണ് പിന്മാറിപ്പോയത്? സ്വാഭാവികം. നമ്മുടെ ചിന്ത, എൻ്റെ പൊന്നു പാസ്റ്ററെ വാടക കൊടുക്കണ്ടായോ, എൻ്റെ പൊന്നു പാസ്റ്ററെ ബില്ലടയ്ക്കണ്ടായോ. അത് പ്രസംഗിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്നാലും വാടക കൊടുക്കണ്ടായോ? കൊടുക്കണോ വേണ്ടായോ? കൊടുക്കണം. പക്ഷേ ബോട്ടൊന്നും നിറയണ്ട, വല്ലതൊന്നും കിട്ടണ്ടായോ? ഒരു പ്രാവശ്യം വീശി കിട്ടിയില്ല, 2 പ്രാവശ്യം വീശി കിട്ടിയില്ല. എത്ര നാളിങ്ങനെ അലയും, എത്ര നാളിങ്ങനെ ഉലയും? യേശുവിനെ ഒന്ന് നന്നായിട്ട് മനസ്സുകൊണ്ടൊന്ന് സ്നേഹിച്ചേ. ആമേൻ. മനസ്സുകൊണ്ടാണോ സ്നേഹിക്കുന്നതെന്ന് അറിയാൻ ഒരു ടെസ്റ്റ് ഞാൻ തരാം. കർത്താവ് എന്തെങ്കിലും തരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കർത്താവ് പ്രാർത്ഥന അല്പം താമസിച്ചാലോ ഭയങ്കര പള്ളുപറച്ചിലായിരിക്കും. അപ്പം നീ ഹൃദയം കൊണ്ടല്ല കർത്താവിനെ സേവിക്കുന്നത്, കർത്താവ് തരുന്നതോർത്ത് സ്നേഹിക്കുന്നതാണ്. ഗ്ലോറി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ്. ഇപ്പം സ്വന്തം പിള്ളേർ പോലും അങ്ങനെയാ. സ്വന്തം ചോരയിൽ പിറന്ന പിള്ളേർ പോലും അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് ഒരാഴ്ചത്തേക്ക് മാറ്റി വെച്ചാൽ പിന്നെ ഒരു സ്നേഹവും ഇല്ല. പിന്നെ കെറുവും വഴക്കും വക്കാണും ബഹളവും. സ്തോത്രം. എന്നാൽ കൊടുത്തുകൊണ്ടേ അങ്ങിരിക്കാമെങ്കിൽ വലിയ സന്തോഷമാണ്. ഡാഡി എന്ത് നല്ല ഡാഡിയാണ്. ചുമ്മാ ഈ കൊടുത്തതിൻ്റെ സന്തോഷം മാത്രമാണ്. അങ്ങനത്തെ ഒരു സംസ്കാരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അതിൽ നമ്മൾ പുറത്തു വരണം. നമ്മുടെ ദൈവം നമ്മുടെ ഉൾപ്പൂവുകളെ, ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. മനോമണ്ഡലത്തിലുള്ള നമ്മുടെ വിചാരങ്ങൾ അറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് അവനെ സ്നേഹിക്കുമ്പോൾ മനസ്സോടെ, ഹൃദയത്തോടെ, മനസ്സിൻ്റെ ഉന്മേഷത്തോടെ, മനസ്സിൻ്റെ ഉത്സാഹത്തോടെ അവനെ സ്നേഹിച്ചാൽ അവൻ നിനക്ക് ധനവും മാന്യതയും പുരാതന സമ്പത്തും നിനക്ക് 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 സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും നിനക്കവൻ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാൻ സുവിശേഷത്തിൽ വിളിച്ച വിളി മർക്കോസ് വന്നപ്പോഴത്തേനും മറന്നുപോയി. പിന്നെ മീൻ പിടിക്കാൻ പോവാ. മർക്കോസിലെ വിളി ലൂക്കോസ് വന്നപ്പോൾ മറന്നുപോയി. സാക്ഷി അന്നേരം പറഞ്ഞു, കർത്താവേ കഴിഞ്ഞ 12 മണിക്കൂർ 20 വർഷമായിട്ട് 12 വർഷമായിട്ട് ഞാൻ അധ്വാനിക്ക് ഒന്നും കിട്ടിയില്ല. എടാ കുഞ്ഞെ, നീ ഒന്ന് മാനസാന്തരപ്പെട്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? ചേമ്പലയിൽ വെള്ളം ഒലിക്കുന്ന പോലെ മഴ പെയ്യുമ്പോൾ ചേമ്പല ഇങ്ങനെ നനഞ്ഞിരിക്കും. നല്ല മുഴുത്ത വെള്ളത്തുള്ളിയൊക്കെ കാണും. മഴ അങ്ങോട്ട് തോർന്നു, വെള്ളം വീഴുന്നു നിന്നു, ചേമ്പല ക്ലീൻ ഡ്രൈ ആയി. അങ്ങനെയല്ല മനസ്സിൻ്റെ അന്തരം എന്ന് പറഞ്ഞാൽ, നീ 180 ഡിഗ്രി തിരിയണം. മുഖം കാണിക്കുന്നതിന് പുറം കാണിക്കണം. 180 ഡിഗ്രി. 360 ഡിഗ്രി തിരിഞ്ഞാൽ പഴയടത്തേക്ക് വരും. അപ്പം 180 ഹാഫ് തിരിഞ്ഞിട്ട് കർത്താവിനെ അനുസരിക്കാത്ത തലത്തിൽ നിന്ന് കർത്താവിനെ സമ്പൂർണമായും അനുസരിക്കുന്ന തലത്തിലേക്ക് വരണം. എന്നിട്ട് തുടരണം, മുൻപോട്ട് അടുക്കണം. ഇതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ആമേൻ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. അല്ലാതെ നീ നിഴലിനെ പിടിക്കാൻ പോകരുത്. സൂര്യന് നമ്മൾ അഭിമുഖമായി നിൽക്കുമ്പോൾ അല്ല പ്രതിമുഖമായി നിൽക്കുമ്പോൾ നിഴൽ നമ്മുടെ മുന്നിലാണ്. ആ നിഴലിനെ പിടിക്കാൻ ഓടിയാൽ എത്ര ഓടിയാലും പിടിക്കാൻ ഒക്കത്തില്ല. കാരണം അത് നിന്റെ പ്രതിച്ഛായ, നിന്റെ പ്രവൃത്തികളുടെ ഫലമാ.
നിനക്കതിനെ ഒഴിവാക്കണമെങ്കിൽ സൂര്യന് പ്രതിമുഖമായി നിൽക്കുന്ന നീ സൂര്യന് അഭിമുഖമായാൽ നിഴൽ പുറകിലാകും. നീ സൂര്യനോട് അടുത്തുകൊണ്ടേയിരുന്നാൽ നട്ടുച്ചയാകുമ്പോൾ നിഴൽ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെയാകും. ആമേൻ. അവൻ വെളിച്ചമാകുന്നു, അവനിൽ ഇരുൾ ഒട്ടുമില്ല. അവനോട് കൂട്ടായ്മ ആചരിക്കുന്ന നീ വെളിച്ചത്തിൽ നടക്കുന്നു, നിനക്ക് ഇരുട്ടിനോട് ഒരു കൂട്ടായ്മയും ഇല്ല. അതിന്റെ അർത്ഥം അടുക്കുക ദൈവത്തോട്. യോഹന്നാൻ സുവിശേഷത്തിലെ വിളി പത്രോസ് കംപ്ലീറ്റ് ആയിട്ട് അനുസരിച്ചിരുന്നെങ്കിൽ ഇവിടെ അവന്റെ പടക് കാലിയാകത്തില്ലായിരുന്നേനെ, വല കാലിയാകത്തില്ലായിരുന്നേനെ. സ്തോത്രം. ഈ മനുഷ്യന്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഹാഫ് ഏഞ്ചൽ ഹാഫ് ആനിമൽ എന്നാണ് യഹൂദമതം പഠിപ്പിക്കുന്നത്. മനുഷ്യൻ പകുതി മൃഗവും പകുതി ദൂതന്മാരുമാണ്. പകുതി മണ്ണും പകുതി വിണ്ണുമാണ്. നിങ്ങൾക്കറിയാമോ, കെരൂബിന്റെ പടമല്ല, അതിന്റെ സ്കൾപ്പിങ്, അതിന്റെ രൂപം കൊത്തുമ്പോൾ കെരൂബിന്റെ മുഖം യഹൂദന്മാരാണ് പണിതെങ്കിൽ കുഞ്ഞുങ്ങളുടെ മുഖമാണ് വെച്ചേക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. കെരൂബിന് കൊടുത്തിരിക്കുന്ന മുഖം കുഞ്ഞുങ്ങളുടെ മുഖമാണ്. കെരൂബുമായിട്ടാണ് കുഞ്ഞുങ്ങൾ ഉപമിച്ചിരിക്കുന്നത്. പിന്നെ ഈ 10-30 വയസ്സാകുമ്പോൾ ഇത്രയും വഷളത്വം പിടിക്കാനുള്ള കാരണം എന്തുവാ? നിന്നെ വളർത്തിയവരും നീ തന്നെ നിന്റെ അകത്ത് ഇൻപുട്ട് ഇട്ടതുമായ സാഹചര്യം നിന്നെ അങ്ങനെ ആക്കിയതാ. പ്രൈസ് ഗോഡ്. നിനക്ക് ഒരു കള്ളവും പറയാൻ കുഞ്ഞിലെ അറിയത്തില്ലായിരുന്നു. ഇന്ന് നമ്മുടെ ഗ്ലാഡ്സൺ ജേഷുവിൻ്റെ കുഞ്ഞുമായിട്ട് അവർ മീറ്റിംഗ് റൂമിൽ വരുമ്പോൾ എന്നെ കുഞ്ഞ് ആദ്യമായിട്ട് കാണുക. എന്നെ സാറിനെ കണ്ട കുഞ്ഞുങ്ങൾ പേടിക്കും. ഇത് വെളുക്കി ഒരു ചിരി, പണ്ട് തൊട്ടേ അറിയാവുന്ന പോലെ. കൊച്ചു കുഞ്ഞ് എൻ്റെ ആണ്ടൊക്കെ പറയുക, ഗ്ലാഡ്സണോടാണ്ടൊക്കെ പറയുന്നു, ജേഷുവിനോടാണ്ടൊക്കെ പറയുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ്. അവർക്ക് ഇയാൾ വലിയ ആൾ, ഇയാൾ ചെറിയ ആൾ, അവർക്കൊരു പ്രശ്നവുമില്ല. കലഹമില്ല, പിണക്കമില്ല, അസൂയയില്ല, ഒന്നുമില്ല. അവർക്ക് ഭാരമില്ല. അങ്ങനെയാണ് ദൈവം നമ്മളെ ജനിപ്പിച്ചത്. നമ്മൾ പിന്നെ ഇതിൻ്റെ അകത്ത് ഭാരം തള്ളിക്കയറ്റിയതാണ്. നമ്മളിതിനകത്ത് വിഷം തള്ളിക്കയറ്റിയതാണ്. നമ്മളിതിനകത്ത് കഴിച്ചും കുടിച്ചും ധരിച്ചും ചിന്തിച്ചും ഇതിനെ അശുദ്ധമാക്കിയതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മളുടെ പുറത്തെ ആനിമലിനെ, മൃഗത്തെ, നമ്മുടെ അകത്തെ ദൂതനെ നിയന്ത്രിക്കാൻ നമ്മൾ അനുവദിച്ചതാ പ്രശ്നം. അല്ലെ നമ്മൾ ദൂതന്മാരാ. ആമേൻ. നമ്മുടെ മണ്ണിനെ, നമ്മുടെ വിണ്ണിനെ നിയന്ത്രിക്കാൻ അനുവദിച്ചതാ പ്രശ്നം. നമ്മുടെ വിണ്ണ് നമ്മുടെ മണ്ണിനെ നിയന്ത്രിച്ചാൽ കാര്യം റെഡിയാവും. പത്രോസ് 1-ാം ഭാഗത്തിൽ കർത്താവിനെ അനുസരിച്ചിരുന്നെങ്കിൽ ഈ ഗതികേട് വരത്തില്ലായിരുന്നു. പത്രോസിന് 3 പറ്റിയുള്ളൂ. നമുക്കിത് 30,000 പ്രാവശ്യം പറ്റുന്നു. അതിനാൽ പ്രയാസം അനുഭവിക്കുന്ന എന്നോടും നിന്നോടും എനിക്കുള്ള ഏക സന്ദേശം, ആർ യു റിയലി ഫോളോയിങ് ഗോഡ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ? അവന്റെ ഹിതപ്രകാരം നീ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. പത്രോസിനെ അവസാന കാലത്തെങ്കിലും കർത്താവ് കാണുമ്പോൾ ഇത് തന്നെയാണ് ചോദിക്കുന്നത്, എടാ നീ വാസ്തവമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്ന ചോദ്യം. കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറ് നിൽക്കുകയെന്നാ നമ്മൾ നോക്കുമ്പോൾ. പക്ഷെ ദൈവം നോക്കുമ്പോഴോ വേണ്ട പോലെ സ്നേഹിക്കുന്നില്ല. ആമേൻ. നമുക്ക് പുറത്ത് നമുക്ക് എന്തും കാണിക്കാം, പുറത്ത് എന്തും നമുക്ക് അഭിനയിക്കാം. പക്ഷെ നമ്മുടെ അകം അറിയുന്നൊരു ദൈവമുണ്ട്. കുഞ്ഞെ, നിന്റെ പടകും നിന്റെ വലയും നിന്റെ കൂടെ വന്നവരുടെ പടകും കൂടെ നിറയ്ക്കാൻ ദൈവം ശക്തനാണ്. നീ കഴിഞ്ഞ 12 മണിക്കൂർ അധ്വാനിച്ച ഇടത്തു തന്നെ, ഒന്നും കിട്ടാത്ത ഇടത്ത് തന്നെ, നിന്റെ പ്രൊമോഷൻ ബ്ലോക്ക് ചെയ്ത ഇടത്ത് തന്നെ, നിനക്ക് വിസ തരത്തില്ല എന്ന് പറഞ്ഞ ഇടത്ത് തന്നെ, നിനക്ക് നന്മ അനുഭവിക്കാൻ ഒക്കത്തില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഇടത്ത് തന്നെ നിന്നെ നിറയ്ക്കാൻ ദൈവശക്തൻ. നീ കർത്താവിനെ അനുസരിക്കേ. ഗ്ലോറി, 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 ഗ്ലോറി. മനസ്സിന്റെ ഉന്മേഷത്തോടെ, മനസ്സിന്റെ ഉത്സാഹത്തോടെ എല്ലാം നൽകുന്ന ദൈവത്തെ സകലത്തിന് ഉപരിയായി നീ ബഹുമാനിക്കേ. നീ അദ്ദേഹത്തെ ആരാധിക്കേ. നിന്റെ കാര്യങ്ങൾ അവൻ നോക്കും. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്ത് ചെയ്യണം? കർത്താവിന്റെ വചനം അനുസരിച്ച്
ആർത്തും പാടിയും തുള്ളിയും നൃത്തം ചവിട്ടിയും ചിരിച്ചും നീ കർത്താവിനെ ഫോളോ ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. നിന്റെ സകല പ്രശ്നങ്ങൾക്കും അവൻ പരിഹാരകനാണ്. നമ്മളെങ്ങനെ ഇവിടെ വന്നത്? ഇവിടെ വന്ന് ഓരോരുത്തരെയും ശ്രദ്ധിച്ച്. പീറ്റർ ബസ്സേ വന്നതേ ഉള്ളൂ, ബെന്നി, ഞാന്, ബെഞ്ചമിന്, ഗ്രേസ്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ ശ്രദ്ധിച്ച്. ഇവരുടെ എല്ലാം പിതാക്കന്മാര് അവരുടെ പുരുഷായുസ് മുഴുവനും കർത്താവിനെ അവരുടെ അറിവിൽ നന്നായി സേവിച്ചവരാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ആമേൻ. നമ്മളും അത് തുടരണം, അത് വർദ്ധിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്കും നമ്മുടെ തലമുറയ്ക്കും കർത്താവിനാൽ ലഭ്യമാകുന്ന നന്മ അനുഭവിക്കാനൊക്കത്തുള്ളൂ. എത്ര പേർ ആഗ്രഹിക്കുന്നു? എൻ്റെ പടക നിറഞ്ഞു കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ വല നിറഞ്ഞു കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിന് മാത്രമല്ല, എൻ്റെ ചുറ്റുമുള്ളവരുടെ പടവും കൂടെ എൻ്റെ ക്യാച്ചിനാൽ, എൻ്റെ വീശിനാൽ നിറയണം ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നിങ്ങളെന്താ വിചാരിച്ച മെറ്റീരിയലിസം കർത്താവിന് വിരോധമാണെന്നോ? സ്വർണമോ വെള്ളിയോ മുത്തുകളോ പ്ലാറ്റിനമോ കണ്ട കർത്താവിന് ഭയം വരുമെന്നാണോ? എടാ, ഇത് നിർമ്മിച്ചത് കർത്താവാ, ഇത് ഉളവാക്കിയത് കർത്താവാ. ഹല്ലേലൂയ. ഇത് നിനക്ക് നൽകിയത് കർത്താവാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പടക് നിറച്ചവൻ ദൈവമാ. നിന്റെ പടക് നിറയുന്ന കണ്ട് അവൻ ഭയപ്പെടത്തില്ല. നിന്റെ വല നിറയ്ക്കുന്നത് അവനാ. നിന്റെ വല നിറഞ്ഞതിനാൽ അവൻ അസൂയ ഒന്നുമില്ല. കമോൺ പീപ്പിൾ. ആമേൻ. അതുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ച് ഉന്മേഷത്തോടെ, ഉത്സാഹത്തോടെ, മനസ്സിന്റെ സന്തോഷത്തോടെ, മുഴുവാത്മാവോടെ, മുഴുപ്രാണനോടെ, മുഴു ശരീരത്തോടെ, മുഴു ഹൃദയത്തോടെ അവരെന്ന് സ്നേഹിക്കാൻ തീരുമാനിച്ചു. ഒരു തീരുമാനമെടുക്കുക. കർത്താവ് നിന്റെ പടകിനെ നിറയ്ക്കും. പത്രോസ് 12 മണിക്കൂർ വീശിയെന്നാ പറഞ്ഞല്ലേ? 1 മണിക്കൂറിനകത്ത് എത്ര പ്രാവശ്യം വീശാം? എനിക്ക് തോന്നുന്നു ഒരു വീശിന് 5 മിനിറ്റൊക്കെ മതി. മീൻപിടുത്തം കണ്ടിട്ടുള്ളവരും പിടിക്കുന്നവരൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 5 മിനിറ്റൊക്കെ മതി ഒരു വല വീശാൻ. അങ്ങനെയാണ് 12 മണിക്കൂറിന് എത്ര പ്രാവശ്യം വീശി കാണും? ഒരു മീനും കയറിയില്ല, ഒറ്റ വീശ്. കർത്താവ് പറഞ്ഞ ഇടത്ത് പറഞ്ഞ പോലെ വീശിയപ്പോ പടകുകൾ നിറയുമാറ്, വല നിറയുമാറ്. ഏതാ വലുത്? അധ്വാനിച്ച് നടുവൊടിയാണോ അതോ കർത്താവ് പറഞ്ഞിട്ട് വീശുന്നതാണോ? അലകൾ നിന്നെ നടുക്കിൽ പടകലൻ ഉലഞ്ഞിടുകിൽ, അലകൾ നിന്നെ നടുക്കിൽ പടകലൻ ഉലഞ്ഞിടുകിൽ, ഒട്ടുമേ നീ ഭയപ്പെടല്ലേ, എത്തിടും ചാരേ നായകൻ. ഒട്ടുമേ നീ ഭയപ്പെടല്ലേ, എത്തിടും ചാരേ നായകൻ. നീ ഓർത്തിടുക, ഓരോ തുള്ളിടുക, യേശു നിന്നോഹരിയാ. 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 ഈ ദൈവം എന്നും നിൻ ദൈവം തള്ളിടുമോ നിന്നെ വഴിയിൽ? അവൻ കരുതും നൽ കരുതൽ, മരണം വരുന്നിൻ വഴിയിൽ. അവൻ കരുതും നൽ കരുതൽ, മരണം വരുന്നിൻ വഴിയിൽ. നീ ഓർത്തിടുക, ഓരോ തുള്ളിടുക, യേശു നിന്നോഹരിയാ. 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 നിന്നയെ നീ ഭയപ്പെടേണ്ട, ഘോര ചെങ്കടലിൻ മുൻപിലും.
നിന്നയെ നീ ഭയപ്പെടേണ്ട, ഘോര ചെങ്കടലിൻ മുൻപിലും നീട്ടുക നിൻ ഭുജം ധൈര്യമായി, വാതിലിൻ തുറക്കുക, നീട്ടുക നിൻ ഭുജം ധൈര്യമായി, വാതിലിൻ തുറക്കുന്നവൻ. നീ ഓർത്തിടുക, ഓല തുള്ളിടുക, യേശുവിൻ ഓഹരിയാ. 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 നിങ്ങൾ ചിലർക്കെങ്കിലും എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ എഴുന്നേൽക്കുക, ഓഫറിംഗ് കൂടെ അർപ്പിക്കുക. നമുക്ക് കർത്താവിനെ ആരാധിച്ചു മഹത്വപ്പെടുത്താം. ഇത് സൺഡേ സഭായോഗത്തിൻ്റെ അകത്ത് മാത്രമല്ല, മൺഡേയിലും നിൻ്റെ ഓഫീസിലും നിൻ്റെ കോർപ്പറേറ്റ് കോറിഡോർസിലും നിൻ്റെ മൾട്ടിനാഷണൽ കമ്പനീസിലും നീ പഠിക്കുന്നിടത്തും പ്രതികൂലം അനുഭവിക്കുന്നിടത്തും നീ കർത്താവിനെ സ്തുതിക്ക്. ഇനി നെഗറ്റീവായ ഒരു കത്ത് വന്നാൽ, ഒരു ലെറ്റർ വന്നാൽ, നീ അത് കേട്ട് വായിച്ച് കർത്താവിനെ സ്തുതിക്ക്, ഒന്ന് ആരാധിക്ക്. നിന്നയെ നീ ഭയപ്പെടരുത്, അലകൾ വന്നാൽ ഭയപ്പെടരുത്. കർത്താവിനെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അവർ നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നീ ഓർത്തിടുക, ഓതൽ തുള്ളിടുക, യേശുവിൻ ഓഹരിയാ. നീ ഓർത്തിടുക, ഓതൽ തുള്ളിടുക, യേശുവിൻ ഓഹരിയാ. നീ ഓർത്തിടുക, ഓതൽ തുള്ളിടുക, യേശുവിൻ ഓഹരിയാ. നീ ഓർത്തിടുക, ഓതൽ തുള്ളിടുക, യേശുവിൻ അലകൾ അലകൾ നിന്റെ നടുക്കിൽ പടകുലഞ്ഞലഞ്ഞിടുകിൽ ഒട്ടുമേ നീ പതറിടല്ലേ, എത്തിടും ചാരേ നായകൻ. ഒട്ടുമേ നീ പതറിടല്ലേ, എത്തിടും ചാരേ നായകൻ. നീ ഓർത്തിടുക, ഓതൽ തുള്ളിടുക, യേശുവിൻ ഓഹരിയാ. നീ ഓർത്തിടുക, ഓതൽ തുള്ളിടുക, യേശുവിൻ ഓഹരിയാ. നീ ഓർത്തിടുക, ഓതൽ തുള്ളിടുക, യേശുവിൻ ഓഹരിയാ. നീ ഓർത്തിടുക. നിന്നയെ നീ ഭയപ്പെടേണ്ട, ഘോര ചെങ്കടലിൻ മുൻപിലും. നിന്നയെ നീ ഭയപ്പെടേണ്ട, ഘോര ചെങ്കടലിൻ മുൻപിലും. നീട്ടുക നിൻ ഭുജം ധൈര്യമായി, വാതിൽ തുറക്കുന്നവൻ. നീട്ടുക നിൻ ഭുജം ധൈര്യമായി, വാതിൽ തുറക്കുന്നവൻ. നീ ഓർത്തിടുക, ഓതൽ തുള്ളിടുക, യേശുവിൻ ഓഹരിയാ. നീ ഓർത്തിടുക, ഓതൽ തുള്ളിടുക, യേശുവിൻ ഓഹരി. നീ ഓർത്തിടുക, ഓതൽ തുള്ളിടുക, യേശുവിൻ ഓഹരിയാ. നീ ഓർത്തിടുക, ഓതൽ തുള്ളിടുക, യേശുവിൻ ഓഹരി. ഏ ദൈവം എന്നും നിൻ ദൈവം കൈവിടുമോ നിന്നെ വഴിയിൽ? അവൻ കരുതും നൽ കരുതൽ, മരണം വരെ നിൻ വഴിയിൽ. അവൻ കരുതും നൽ കരുതൽ, മരണം വരെ നിൻ വഴിയിൽ. നീ ഓർത്തിടുക, ഓതൽ തുള്ളിടുക, യേശുവിൻ യേശുവിൻ ഓഹരിയാ. നീ ഓർത്തിടുക, ഓതൽ തുള്ളിടുക, യേശുവിൻ ഓഹരിയാ. നീ
ആമേൻ. നിങ്ങൾ പലരും എല്ലാവരും നമ്മുടെ ജെറിൻ ഫാമിലി ഒരു സാക്ഷ്യം പറഞ്ഞല്ലോ. ഒരു വലിയ തുക അവർക്ക് കോർട്ടിൽ നിന്ന് അടയ്ക്കേണ്ടതായിട്ട് വന്നത് റിവേഴ്സായി. അത് അടയ്ക്കേണ്ട എന്ന നിലയിലേക്ക് വന്നു. പക്ഷേ യെശയ്യായോ ജൂഡായോ ആ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നത് അവർക്ക് ഇഷ്ടമാണോ? വീട്ടിൽ പ്രശ്നമുണ്ട്, പക്ഷേ ജൂഡ ആ ഭാരം ചുമന്ന് ചിരിക്കാതെ നടക്കണം എന്നാണോ അവരാഗ്രഹിക്കുന്നത്? അതുപോലെയുള്ള ദൈവത്തിന് നിങ്ങളുടെ എന്ത് ഭാരവും അദ്ദേഹമാണ് വഹിക്കുന്നത്, നിങ്ങളല്ല വഹിക്കുന്നത്. ഒന്ന് ഫ്രീ ആക്കിക്കേ. ഒരു കൊച്ചു 1 വയസ്സുകാരനെ പോലെ, ഒരു 1.5 വയസ്സുകാരിയെ പോലെ കർത്താവിനോട് പറ, കർത്താവേ ഈ പ്രശ്നം ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് ഇടുന്നു. എൻ്റെ ഉത്തരവാദിത്വം നിന്നെ അനുഗമിക്കാനുള്ള സന്തോഷത്തോടെ, ആർപ്പോടെ, ചിരിയോടെ, നൃത്തത്തോടെ ഞാൻ നിന്നെ അനുഗമിക്കുക. എൻ്റെ പ്രശ്നം മുഴുവൻ കർത്താവേ നിൻ്റെ കരങ്ങളിലേക്ക് ഇടുന്നു. എൻ്റെ പടക ശൂന്യമായത്, എൻ്റെ വല ശൂന്യമായത്, തിബിരിയാസിൽ എനിക്ക് മീൻ കിട്ടാത്തത്, ഞാൻ അധ്വാനിച്ചിട്ട് ഗുണമില്ലാത്തത് എല്ലാം തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എത്രയൊന്ന് പ്രാർത്ഥിക്കും? ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച്, ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച്, ഞാൻ അങ്ങേ അനുഗമിക്കും. ഞാൻ മന്ന മനസ്സോടെ ഉത്സാഹത്തോടെ അങ്ങ് തരുന്നു എന്ന് മനസ്സിലാക്കി വാങ്ങിച്ചു ഭക്ഷിക്കും. അതെനിക്ക് ആരോഗ്യമാകും. അങ്ങ് തരുന്ന കാടപ്പക്ഷികൾ ഞാൻ ദുഃഖത്തോടെ അല്ല, മനസ്സോടെ അങ്ങ് തരുന്ന ഉത്സാഹത്തോടെ ഞാനും ഭക്ഷിച്ച് ആരോഗ്യം പ്രാപിക്കും. അങ്ങ് ഞങ്ങൾക്ക് അനുഭവിപ്പാൻ അനുവദിച്ച പാറയിൽ നിന്ന് അങ്ങ് തരുന്ന വെള്ളം ഞാൻ സന്തോഷത്തോടെ കുടിക്കും. Glory, 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 glory. Glory, 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 glory. ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ, ഉദാഹരണത്തിൽ പ്രാർത്ഥിച്ചേ. പതിനായിരം പേരിൽ ഒരേ ഒരു വ്യക്തി യേശു. ഓ 10,000 പേരിൽ ഒരേ ഒരു വ്യക്തി യേശു. 10,000 പേരിൽ ഒരേ ഒരു വ്യക്തി യേശു. ശാരീരികമായി ദുഃഖം അനുഭവിക്കുന്നവർ, വേദന, രോഗം, ശരീരത്തെ കർത്താവിന് ഭാഗം സമർപ്പിക്കൂ. ദൈവത്തോട് പറയൂ, കർത്താവ് നീ സൗഖ്യം തരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ശരീരം കൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തും. ധനപരമായ വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ, നിങ്ങളുടെ ധനം 10% 20 100 ദൈവത്തിൻ്റെതാണെന്ന് സമ്മതിക്കൂ. അപ്പാ നീയാണ് എനിക്ക് നന്മ തരുന്നത്, ഞാൻ നിന്നെ എൻ്റെ ധനം കൊണ്ട് മഹത്വപ്പെടുത്തുമെന്ന് പറയൂ. കർത്താവ് ഒരു നന്മ തരും മുമ്പേ കർത്താവിനെ മഹത്വപ്പെടുത്തും. എനിക്കൊന്നിനും സമയമില്ല എന്ന് പറയുന്നവർ, അല്പസമയം വേർതിരിച്ച് 24 മണിക്കൂറിൻ്റെ അകത്ത് ഏറ്റവും കുറച്ചത് 2 മണിക്കൂർ 40 മിനിറ്റ് കർത്താവിന് വേണ്ടി വേർതിരിക്കണം. വേർതിരിച്ച് മാറ്റിവെച്ച് നോക്കൂ, പല ഘട്ടങ്ങളായി മാറ്റിവെക്കൂ. കർത്താവ് ഇതിനെ മാനിച്ചിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനം, അങ്ങയുടെ ആലോചന ശ്രവിച്ചു നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങൾ ആ ആലോചന മുമ്പാകെ തങ്ങളെ തന്നെ താഴ്ത്തുകയും
ദൈവഭാഗം സമർപ്പിക്കുകയും ചെയ്ത കുഞ്ഞുങ്ങൾ നിശ്ചയമായിട്ടും നന്മ അനുഭവിക്കണം. അവളുടെ കഴുത്തിൽ നുകം വെച്ച് അവളുടെ സ്തോത്രം 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 നുകങ്ങളിൽ അമ്മിക്കയറുകൾ കൊണ്ട് കെട്ടി അവരെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന ഇടത്തോട്ട് വലത്തോട്ട് തിരിയാൻ അനുവദിക്കാതെ ഒന്നിൽ നിന്ന് ഒരു വിടുതൽ ലഭിച്ചെന്ന് തോന്നുന്ന നിമിഷം തന്നെ അടുത്ത നുകം വയ്ക്കപ്പെടുന്നത് പോലുള്ള വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ നുകം ഇന്നു പകൽ അവളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേക നിമിത്തം തകർന്നു പോകട്ടെ. അമ്മിക്കയറുകൾ തകർന്നു പോകട്ടെ. കുഞ്ഞുങ്ങൾ സ്വതന്ത്രമാകട്ടെ. വാരി വിതറി ദരിദ്രന്മാർ കൊടുക്കുവാൻ കഴിയുന്ന വിധത്തിൽ വാരി വിതറി അധികമായി കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ കഴിയുന്ന നിലയിൽ അവർക്ക് നന്മയുണ്ടായി വരട്ടെ. അവരുടെ മക്കളുടെ വിഷയത്തിൽ, മരുമക്കളുടെ വിഷയത്തിൽ, കൊച്ചുമക്കളുടെ വിഷയത്തിൽ, സഹോദരന്റെ വിഷയത്തിൽ, സഹോദരന്റെ വിഷയത്തിൽ, ഭർത്താവിന്റെ വിഷയത്തിൽ, ഭാര്യയുടെ വിഷയത്തിൽ ദൈവത്തിൽ നിന്നും നന്മയുടെ വാർത്ത ഉളവായി വരട്ടെ. പ്രാർത്ഥിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു. തടയപ്പെട്ടത് മുഴുവനും ആകാശ കിളിവാതിലുകൾ തുറന്ന് അവളുടെ സമർപ്പണ തീരുമാനത്തിന്റെ മുൻപിൽ ഊരി വരട്ടെ. കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, നന്മ അനുഭവിക്കട്ടെ, വിടുതൽ അനുഭവിക്കട്ടെ. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.